ഹായ് എവ്രി വൺ. ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം ഒരു ഡേ ഔട്ട് ആയിരുന്നു. ഇടുക്കി ഡാം ആയിരുന്നു ഉദ്ദേശം. ഈ പ്രോഗ്രാം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ദിവസം എടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ട്രിപ്പിനെ കുറിച്ച് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനും മാറി. ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ 12:30-നാണ്. 2 മണിയായിട്ടും എങ്ങും എത്താത്തത് കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇത് നിഹാര, ഇത് തുഷാര. ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുക കേട്ടോ. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ മണി 3 അപ്പോഴാണ് ഞങ്ങളുടെ സാരഥി പറഞ്ഞത് ഞങ്ങളെ ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന്. 1 മാസം മുമ്പ് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിൽ പോയിരുന്നു. ആ സെയിം വഴിയിലൂടെ പോകുമ്പോൾ നിഹാര അത് കയ്യോടെ പിടിച്ചു. ഗൈസ് പറ്റിച്ചു, നമ്മൾ സെയിം സ്ഥലത്താ പോണേ. പക്ഷേ വീണ്ടും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇല്ലിക്കൽ കല്ലിലാണ്. കാറ് പാർക്ക് ചെയ്ത ശേഷം ജീപ്പിൽ വേണം അവിടം വരെ പോകാൻ, അതും ഹെയർ പിൻ ബെൻഡ് താണ്ടി. അവിടെ എത്തിയതിന് ശേഷം വളരെ കുറച്ച് കയറ്റവും. കയറി തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി ടൂറെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുതെന്ന്. അമ്മോ, കയറി മതിയായി. പക്ഷെ മുഴുവനായി കയറി മുകളിൽ എത്തിയപ്പോൾ കിട്ടിയ സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഞങ്ങൾ പോയ സമയത്ത് മഞ്ഞില്ലെങ്കിലും മിക്കവാറും സമയത്ത് മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശം തന്നെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ പരന്നു കിടക്കുന്ന മലമടക്കുകൾ കാണാം. കണ്ണെത്താ ദൂരം താഴ്വാരം. ഇല്ലിക്കൽ കല്ലിലേക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 57 കിലോമീറ്ററാണ് ഉള്ളത്. ഇല്ലിക്കൽ കല്ല് അടിവാരം വരെ പ്രൈവറ്റ് ബസ്സും ഉണ്ട്. മുകളിലെത്തിയാൽ വെർട്ടിക്കലായി നിൽക്കുന്ന 2 പാറകളാണ് കാണാൻ പറ്റുന്നത്. അതിലൊന്ന് കൂണുകല്ലും മറ്റേത് കുടകല്ലുമാണ്. ഞങ്ങൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ആ കല്ല് വരെ പോകുന്ന ബ്രിഡ്ജ് പോലുള്ള പ്രദേശത്തെ നരകപാലം എന്നാണ് വിളിക്കുന്നത്. സസ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായി കണക്കാക്കുന്ന നീലക്കൊടുവേലി ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീലക്കൊടുവേലി അമരത്വവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. പക്ഷെ ഞാൻ ഈ പറയുന്ന നീലക്കൊടുവേലി ഒന്നും കണ്ടില്ല കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് താഴെ എത്താനും പാടുപെട്ടു കേട്ടോ. താഴെ എത്തിയപ്പോഴേക്കും നിഹാരയ്ക്കും തുഷാരയ്ക്കും ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ബോട്ടിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കക്ഷികൾ ഒരു ഐസ്ക്രീമും സോഡാലൈമും പാസ്സാക്കി. ഗൈസ്, വാങ്ങിക്കൊടുക്കുന്നതിൽ വിഷമം ഉണ്ടായിട്ടില്ല. UPI പേയ്മെൻറ്റ് ഇവിടെ വർക്കാവുണ്ടായില്ല. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നായി പിള്ളേർ. പിന്നീട് ഐസ്ക്രീം ചേട്ടൻ്റെ നമ്പർ വാങ്ങി അടിവാരത്ത് എത്തിയതിൽ പിന്നെയാണ് ഗൈസ് പേ ചെയ്തത്. ഇല്ലിക്കൽ കല്ല് ശരിക്കും ഒരു ഹിഡൻ ജെം തന്നെയാണ്. ഇത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. പ്രോപ്പറായിട്ടുള്ള വഴി മുകളിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് ഉത്തരം. മഴക്കാലത്ത് ഇങ്ങോട്ടുള്ള സന്ദർശനം അഡ്വൈസബിൾ അല്ല കേട്ടോ. തിരിച്ചു വരുന്ന വഴി മോസ്കോ വ്യൂ പോയിൻ്റ് കാണാനും ഞങ്ങൾ ഇറങ്ങി. അവിടെ വെച്ച് സൺസെറ്റും ആസ്വദിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഔട്ട് പൊളിച്ചു. ദാറ്റ് വാസ് ചലഞ്ചിങ് ആൻഡ് അഡ്വഞ്ചറസ്. അവിടുന്ന് തിരിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് കൂടി എടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്.